മക്കളെ എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒത്തിരി കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് തൊട്ടടുത്ത ദിവസം ഏതാണ് പരീക്ഷ വരാനായിട്ട് പോകുന്നത്? ഗണിതമാണ് അല്ലേ? അപ്പൊ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് മക്കൾക്ക് ഗണിതത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലേ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർക്ക് ഒരു സന്തോഷ വാർത്ത കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനൽ 50K ഫാമിലി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് കൂട്ടുകാരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് 50K ഫാമിലി ആവാം. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ടീച്ചർ ഇന്ന് പറയാനായിട്ട് പോകുന്നത് മക്കൾക്ക് നാളെ നടക്കാനിരിക്കുന്ന ഗണിതം എന്ന പരീക്ഷയിൽ മക്കൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം അല്ലെ? ഇവിടെ നോക്കിക്കുക മക്കളെ, നമുക്ക് ആദ്യം ഗണിതത്തിൽ പഠിക്കാനുള്ളത് രൂപങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗമാണ് അല്ലെ? അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്ന് മക്കൾക്ക് എല്ലാ വർഷവും ചോദ്യങ്ങൾ വരുന്നതാണ് കേട്ടോ. ടീച്ചർ ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാ ചോദ്യ പേപ്പറിൽ ഇതേപോലെ വിവിധ ജാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ചിത്രം തരും. എന്നിട്ട് അതിൽ ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് എണ്ണി എഴുതാനായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവും കേട്ടോ. അത് വളരെ ഈസി ആയിട്ടുള്ള പ്രവർത്തനമാണ്, എല്ലാ മക്കൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെ? അപ്പൊ ഇത്തരത്തിലൊരു പ്രവർത്തനം എന്തായാലും മക്കൾക്ക് നാളത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പൊ മക്കൾ നോക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് നോക്കാം അല്ലെ? ആദ്യം ഏതാണ്? ത്രികോണാണ് അല്ലെ? എത്ര ഉണ്ട് മക്കളെ? ഒന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 അല്ലെ? 3 ത്രികോണങ്ങളുണ്ട്. അടുത്തത് ഏതാണ്? ചതുരാണ് അല്ലെ? ചതുരം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഒരു രൂപമാണ് അല്ലെ? 1 2 3 4 5 6 ചതുരമുണ്ട് അല്ലെ? 6 ചതുരാണുള്ളത്. അടുത്തത് ഏതാണ്? വൃത്താണുള്ളത് അല്ലെ? വൃത്തം എത്രയുണ്ട് മക്കളെ? നോക്കിക്കേ. 1 2 3 4 5. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു വൃത്തം കൂടി ഉണ്ട് അല്ലെ? 6 വൃത്തം, മൊത്തം 6 വൃത്തം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് തന്നിട്ടുള്ള ചിത്രത്തിൽ നിന്ന് ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് നമ്മൾ എണ്ണി കണ്ടെത്തി അല്ലെ? ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ചിത്രത്തിൽ ഏറ്റവും കുറവ് എണ്ണമുള്ള ജാമിതീയ രൂപം ഏതാണ്? ത്രികോണാണ് ഏറ്റവും കുറവ് എണ്ണമുള്ളത് അല്ലെ? ഏറ്റവും കൂടുതൽ ഏതാണ്? ഇവിടെ ചതുരവും വൃത്തവും രണ്ടും എന്താണ്? ഒരേ എണ്ണമാണുള്ളത് അല്ലെ? അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 3 ജാമിതീയ രൂപങ്ങൾ, അതായത് ത്രികോണം, ചതുരം, വൃത്തം, ഈ 3 ജാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ മറ്റൊരു ചിത്രം വരയ്ക്കാനായിട്ട് മക്കളടുത്ത് ചോദിക്കൂ കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ചിത്രം വരച്ച് പഠിച്ച് പോവാട്ടോ. വീടിന്റെയോ അല്ലെങ്കിൽ വാഹനത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളുടെ രൂപമൊക്കെ മക്കൾ എന്ത് ചെയ്യുക? ഈ 3 രൂപങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒന്ന് വരച്ച് പഠിക്കുക കേട്ടോ. അത്തരത്തിൽ മക്കൾക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് രൂപങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാറ്റേൺ പൂർത്തിയാക്കാനാണ് കേട്ടോ. അത് നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. 1-2 പാറ്റേൺസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? അത്തരത്തിലുള്ള ഒരു പാറ്റേൺസ് ഒക്കെ ഒന്ന് മക്കൾ നോക്കി പോവാ കേട്ടോ. അതുപോലെ ജാമിതീയ രൂപങ്ങൾ തന്നിട്ടുള്ള പാറ്റേൺ ചോദിക്കും. അതുപോലെ തന്നെ മക്കൾക്ക് പാറ്റേൺ മറ്റൊരു രീതിയിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ സംഖ്യകൾ തന്നിട്ട് ചോദിക്കും. മിക്കപ്പോഴും 3 സംഖ്യകൾ വരാനാണ് സാധ്യത. അത് ചിലപ്പോൾ 10ന്റെ ഡിഫറൻസ് 10 കൂടി വരുന്ന രീതിയിലായിരിക്കും. അതായത് ആദ്യത്തെ സംഖ്യ 100 തന്നു, അടുത്തത് 110 തന്നു, 120 തന്നു. പിന്നെയുള്ള 2 സംഖ്യകൾ കണ്ടെത്താനായിട്ട് പറയും. അവിടെ എത്രയാണ് വ്യത്യാസം വരുന്നത്? 10 വീതം കൂടി വരികയാണല്ലേ? അപ്പൊ 120 കഴിഞ്ഞാൽ പിന്നെ ഏത് വരും? 130 വരും, 140 വരും. ഇനി ചിലപ്പം എന്ത് ചെയ്യാം? സംഖ്യകൾ കുറഞ്ഞ് പുറകോട്ട് വരാം കേട്ടോ. അതായത് ആദ്യം നമുക്ക് 800 തന്നു, 800 കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് 700 തന്നു, അതിനുശേഷം 600 തന്നു. അതിനുശേഷമുള്ള 2 സംഖ്യകൾ കണ്ടെത്താനായിട്ട് പറഞ്ഞു. അപ്പൊ എത്രയോ ഒരു സംഖ്യ അവിടെ കുറഞ്ഞാണ് വരുന്നത് അല്ലെ? എത്രയാണ് മക്കളെ? 800-ൽ നിന്ന് 700 ആയിട്ട് മാറണമെങ്കിൽ എത്രയാണ് കുറഞ്ഞിട്ടുണ്ടായിരിക്കുക? 100 ആണ് കുറഞ്ഞിട്ടുണ്ടായിരിക്കുക അല്ലെ? അപ്പൊ 100 വീതം കുറഞ്ഞു വരുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പം പാറ്റേൺ എപ്പോഴും സംഖ്യകൾ കൂടി വരണമെന്നില്ല, കുറഞ്ഞും വരാം അല്ലെ? അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. സംഖ്യാ പാറ്റേൺ മക്കൾക്ക് ചോദിക്കൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെ? ഓക്കെ, പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അബാക്കസ് പഠിച്ചിട്ടില്ലേ? അബാക്കസിൽ മുത്തുകൾ അറേഞ്ച് ചെയ്യാനൊക്കെ മക്കൾക്ക് അറിയാവുന്നതാണല്ലോ. നമ്മൾ 2ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് അല്ലെ? അപ്പൊ മക്കൾക്ക് അബാക്കസ് തന്നിട്ട് അതില് ചിലപ്പോൾ മുത്തിട്ട് വെച്ചിട്ടുള്ള അബാക്കസ് തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ അബാക്കസിൽ സംഖ്യ ഏതാണെന്ന് കണ്ടെത്താനായിട്ട് പറയും. അല്ലെങ്കിൽ മക്കൾക്ക് ചിലപ്പോൾ സംഖ്യ തന്നിട്ട് അതിനെ അബാക്കസിലേക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറയും. എങ്ങനെയായാലും നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെ? മക്കൾ നോക്കിക്കേ, ഇവിടെ ടീച്ചർ ജസ്റ്റ് ഒരു അബാക്കസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുത്തുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. 100ന്റെ സ്ഥാനമുണ്ട്, 10ന്റെ സ്ഥാനമുണ്ട്, 1ന്റെ സ്ഥാനവും ഉണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു അബാക്കസിലുള്ള സംഖ്യ ഏതാണ് മക്കളെ? പറഞ്ഞു നോക്കിക്കേ. 100ന്റെ സ്ഥാനത്ത് എത്ര മുത്തുകളുണ്ട്? 1 2 3 4 മുത്തുകളുണ്ട് അല്ലെ? 4. ഓക്കെ, 10ന്റെ സ്ഥാനത്ത് എത്ര മുത്തുകളുണ്ട് മക്കളെ? 1 2 3 മുത്തുകളുണ്ട് അല്ലെ? 1ന്റെ സ്ഥാനത്തോ 2 മുത്തുകളുണ്ട്. 432
രണ്ടാണ് ഈ ഒരു അബാക്കസിലുള്ള സംഖ്യ അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, കൂടുതൽ അബാക്കസുകൾ ഒന്ന് വരച്ചു നോക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ മുത്തുകൾ അറേഞ്ച് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇതേപോലെ അബാക്കസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഏതെങ്കിലും ഒരു മൂന്നക്ക സംഖ്യ തന്നിട്ട് അതിനെ വ്യത്യസ്ത രീതിയിൽ ഇങ്ങനെ എഴുതാനായിട്ട് പറയും. അതും നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെ. ഇവിടെ നോക്കിക്കേ മക്കളെ, ഇത് നമുക്ക് മുന്നേ വർഷം ചോദിച്ചിട്ടുള്ള സംഖ്യ തന്നെയാണ് ടീച്ചർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഒക്കെ കണ്ട മക്കൾക്ക് ഇത് അറിയായിരിക്കും. നോക്കിക്കേ മക്കളെ, 728 എന്നുള്ള സംഖ്യയാണ്. അതിനെയാണ് മക്കള് ഇതേ രീതിയിൽ വ്യത്യസ്ത രീതിയിൽ എഴുതേണ്ടത്. നമുക്കൊന്ന് എഴുതി നോക്കാം. നോക്കിക്കേ മക്കളെ, എത്രയോ ഒരു ഒന്നുകൾ ചേർന്നാലാണ് 728 എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ഒന്നുകൾ ചേർന്നാലാണ്? അത് വളരെ ഈസി ആണ് അല്ലെ. 728 ഒന്നുകൾ ചേർന്നാലാണ് 728 എന്ന് നമുക്ക് അറിയാം. അടുത്ത് നോക്കിക്കേ മക്കളെ, എത്രയോ ഒരു 100ഉം എത്രയോ 10ഉം എത്രയോ ഒന്നുകളും ചേർന്നാൽ 728 ആണ്. എത്ര നൂറുകൾ വേണം? 700ഉം 2 10ഉം 8 ഒന്നുകളും ചേർന്നാലാണ് 728. ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് പറ്റും അല്ലെ. പിന്നെ കുറച്ചൊരു സംശയം വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, എത്രയോ ഒരു 100ഉം എത്രയോ ഒരു 1ഉം ചേർന്നാലാണ് 728 എന്ന് നമ്മളെടുത്ത് പറഞ്ഞു. നോക്കിക്കേ മക്കളെ, 700 നമുക്ക് എടുക്കാം. 700 ചേർന്നാൽ എത്രയാണ് സംഖ്യ? 700 ആവും അല്ലെ. ഇനി ബാക്കി എത്രയും നമുക്ക് ആവശ്യമുള്ളൂ? 28ഉം കൂടി ആവശ്യമുള്ളൂ. അതിന് നമുക്ക് ഇവിടെ എന്താണ് തന്നത്? ഒന്നുകളാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ എത്ര ഒന്നുകളാണ്? 28 ഒന്നുകൾ ചേർന്നാലാണ് 28 എന്ന് നമുക്കറിയാം. അപ്പൊ 700ഉം 28 ഒന്നുകളും ചേർന്നാൽ എത്രയാണ് സംഖ്യ? 728 ആണ്. അടുത്ത രീതി നോക്കിയേ മക്കളെ, എത്രയോ പത്തുകളും എത്രയോ ഒന്നുകളും ചേർന്നാലാണ് 728 എന്ന് പറഞ്ഞു. എത്ര പത്തുകളാണ്? നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 72 10 എടുക്കാം കേട്ടോ. 72 10 എടുത്താൽ എത്രയാ മക്കളെ സംഖ്യ? 72 10 എടുത്താൽ 720 വരും അല്ലെ. നമുക്ക് എത്ര കിട്ടണം? 728 കൂടി കിട്ടണം അല്ലെ. അതായത് ഒരു 8 കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടണം. അപ്പൊ നമ്മൾ ഇവിടെ എത്ര ഒന്നുകൾ കൊടുക്കണം? 8 ഒന്ന് ചേർത്ത് കൊടുത്താൽ പോരെ. 72 10ഉം 8 ഒന്നുകളും ചേർന്നാൽ എത്രയാണ് മക്കളെ സംഖ്യ? 728 ആണ് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, ഈ മോഡൽ ക്വസ്റ്റ്യനും ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഇത്തരത്തിൽ നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലൊക്കെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, മക്കളൊന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ സംഖ്യ കാർഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം കേട്ടോ. ഇവിടെ നോക്കിക്കേ മക്കളെ, ഇവിടെ 20ന്റെ ഒരു കാർഡ് ഉണ്ട്, 500ന്റെ കാർഡ് ഉണ്ട്, 1ന്റെ കാർഡ് ഉണ്ട്, 70ന്റെ കാർഡ് ഉണ്ട്, 6ന്റെ കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ 800ന്റെ കാർഡ് ഉണ്ട് അല്ലെ. അതായത് 100കളുടെയും 10കളുടെയും 1കളുടെയും കാർഡുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ മക്കളടുത്ത് പറയാണ്, ഇതിൽ എല്ലാത്തിൽ നിന്നും ഓരോ കാർഡ് എടുക്കണം. അതായത് 100ൽ നിന്നും ഒരു കാർഡ് എടുക്കണം, 10ൽ നിന്നും ഒരു കാർഡ് എടുക്കണം, അതുപോലെ തന്നെ 1ന്റെ കാർഡുകളിൽ നിന്നും ഒരു കാർഡ് എടുക്കണം. അത്തരത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം മക്കൾക്ക് വരൂ കേട്ടോ. നോക്കിക്കേ മക്കളെ, അവിടെ നമ്മൾ പറഞ്ഞു 100ന്റെ കാർഡും എടുക്കണം, 10ന്റെ കാർഡും എടുക്കണം, 1ന്റെ കാർഡും എടുക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ സംഖ്യയാണ്, ഏറ്റവും വലിയ സംഖ്യ ഈ കാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 100ന്റെ കാർഡുകളിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും വലിയ 100 ഏതാണോ അത് വേണം സെലക്ട് ചെയ്യാനായിട്ട്. 10ന്റെ കാർഡുകളിൽ നിന്ന് നമ്മളൊരു സംഖ്യ എടുക്കുമ്പോൾ അതിൽ 10കളിൽ തന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലുതെടുക്കണം. അതുപോലെ തന്നെ ഒന്നുങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഏറ്റവും വലുത് വേണം നമ്മൾ തെരഞ്ഞെടുക്കാനായിട്ട്. അത്തരത്തിൽ എടുത്താലല്ലേ നമുക്ക് ഈ ഒരു സംഖ്യകൾ ഉപയോഗിച്ച് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നോക്കിക്കേ മക്കളെ, ഇവിടെ 100കളുടെ ഏതൊക്കെ കാർഡുകളുണ്ട്? 500ഉം ഉണ്ട്, 800ഉം ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇതിൽ ഏതാണ് വലുത്? 800 ആണ് വലുത്. അപ്പൊ നമ്മൾ ഏതെടുത്തു? 800 എന്നുള്ള കാർഡ് എടുത്തു കേട്ടോ. ഓക്കെ, അടുത്തത് ഇനി നമ്മൾ എടുക്കേണ്ടത് 10കളുടെ കാർഡാണ് അല്ലെ. 20ഉം ഉണ്ട്, 70ഉം ഉണ്ട്. അതിൽ ഏതാണ് വലുത്? 70 ആണ് വലുത് അല്ലെ. 70 ആണ് വലുത്. അടുത്ത നോക്കിക്കാൻ മക്കളെ, ഒന്നുകളുടെ കാർഡുകളിൽ 1ഉം ഉണ്ട്, അതുപോലെ തന്നെ 6ഉം ഉണ്ട്. അതിൽ ഏതാണ് മക്കളെ വലിയ സംഖ്യ? ഏതാണ്? 6 ആണ് വലിയ സംഖ്യ അല്ലെ. അപ്പൊ ഈ 3 കാർഡുകൾ കൂടി ചേർത്താലാണ് നമുക്ക് കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ കിട്ടുക. അപ്പൊ ഏതാണ് സംഖ്യ? 800ഉം 7 10ഉം 6 ഒന്നുകളും ചേർന്ന സംഖ്യ ഏതാണ് മക്കളെ? ഏതാണ്? 876. അതായത് നമുക്ക് ഈ തന്നിട്ടുള്ള സംഖ്യ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന വലിയ സംഖ്യ ഏതാണ്? 876.
ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടി ടീച്ചർ ചോദിക്കട്ടെ. ഈ 3 കാർഡുകളിൽ നിന്നും ഓരോ വിധം കാർഡുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നതാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അത് ഏതാണ് മക്കളെ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 100കളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ചെറിയ 100 എടുക്കണം, 10കളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ചെറിയ 10 എടുക്കണം, 1കളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ചെറിയ 1 എടുക്കണം. അപ്പൊ നമുക്ക് ഏത് കിട്ടും മക്കളെ? ഇവിടെ നമുക്ക് 500 എടുക്കാം അല്ലെ. 500 10കളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ ഏതെടുക്കും? 20 എടുത്തു. 1കളുടെ കൂട്ടത്തിൽ നിന്ന് 1 എടുത്തു അല്ലെ. അപ്പൊ നമുക്ക് ഏത് സംഖ്യ കിട്ടും മക്കളെ? 521 എന്ന് കിട്ടും. അതാണ് നമുക്ക് ഈ ഒരു സംഖ്യ കാർഡുകളിൽ നിന്ന് 3 കാർഡുകൾ എടുത്താൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയൊരു സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ സംഖ്യ കാർഡുകൾ വെച്ചിട്ട് മക്കൾക്ക് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ആ ഒരു സംഖ്യ കാർഡ് ഉപയോഗിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചിലപ്പം ഈ സംഖ്യ കാർഡുകളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന സംഖ്യകൾ മക്കളടുത്ത് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറയും. എന്നിട്ട് ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതാനൊക്കെ നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഒരു കുറച്ച് 3 അക്ക സംഖ്യകളൊക്കെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്കും വലുതിൽ നിന്ന് ചെറുതിലേക്കും ഒക്കെ നമ്മൾ ക്രമപ്പെടുത്തി നോക്കുക കേട്ടോ. അത്തരത്തിൽ മക്കൾക്ക് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇതേപോലെ അളന്ന അളവ് എത്രയാന്ന് എഴുതാനായിട്ടുള്ള ഒരു പ്രവർത്തനം വരും കേട്ടോ. ഇത് നമുക്ക് മുന്നേ ഒരു വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയേ മക്കളെ, ഇവിടെ കുറച്ച് സ്കെയിലുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ആ സ്കെയിലിന്റെ മുകളിൽ ഓരോരോ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, ഓരോരോ വസ്തുക്കൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പെൻസിൽ ഉണ്ട്, ഇതൊരു റബ്ബർ ആണെന്ന് വിചാരിക്കുക കേട്ടോ. പിന്നെ എന്തുണ്ട്? ഒരു പേനയുണ്ട്. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യും? ഒരു സ്കെയിൽ തന്നിട്ട് അതിന്റെ മുകളിൽ ഇതുപോലെ ഓരോരോ സാധനങ്ങൾ വെച്ചിട്ട് ഏറ്റവും നീളം കൂടുതൽ ഏതാണ് എന്ന് എഴുതാനോ, അല്ലെങ്കിൽ ഏറ്റവും നീളം കുറവ് ഏതാണെന്ന് എഴുതാനോ, അല്ലെങ്കിൽ ഓരോന്നിന്റെയും നീളം എത്ര സെന്റിമീറ്റർ ആണ് എന്ന് കണ്ടെത്താനൊക്കെ മക്കളത് ചോദിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഓരോന്നിന്റെയും നീളം നമുക്ക് ആദ്യം ഒന്ന് അളന്ന് നോക്കാം അല്ലെ. നോക്കിക്കേ മക്കളെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പെൻസിൽ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ പെൻസിൽ വെച്ച് നോക്കിക്കേ മക്കളെ, നോക്കിക്കേ എത്ര സെന്റിമീറ്റർ ഉണ്ട്. ഇവിടെ ഒരു 0 എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് മക്കൾ നോക്കണം കേട്ടോ. അപ്പൊ എത്ര സെന്റിമീറ്റർ ഉണ്ട് മക്കളെ? ഇവിടെ തുടക്കത്തിൽ തന്നെ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പറയാല്ലേ. എത്ര സെന്റിമീറ്റർ ഉണ്ട്? 5 സെന്റിമീറ്റർ ആണ് ആ ഒരു പെൻസിലിന്റെ നീളം എന്ന് നമുക്ക് പറയാം അല്ലെ. അടുത്ത നോക്കിക്കുക മക്കളെ, അടുത്തത് എന്താണ്? ഒരു റബ്ബർ ആണ് തന്നിട്ടുള്ളത് അല്ലെ. പക്ഷെ അതിന്റെ നീളം എഴുതണം. നോക്കിക്കുക മക്കളെ, ഇതിപ്പോ എവിടെയാണ് അവസാനിക്കുന്നത്? 9ലാണ് അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റബ്ബറിന്റെ നീളം 9 സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റുമോ? ഈ റബ്ബറിന്റെ ഈ ഒരു അറ്റം ഇവിടെ ഒരു 0ത്തിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് പറയാം അല്ലെ 9 സെന്റിമീറ്റർ എന്ന് പറയും. പക്ഷെ ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇവിടെയുള്ള 7ൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലെ. 7ൽ നിന്ന് തുടങ്ങിയിട്ട് 9ലാണ് അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റബ്ബറിന് എത്ര സെന്റിമീറ്റർ നീളം ഉണ്ട് മക്കളെ? ഇതിന്റെ ഇടയിൽ നോക്കിക്കേ, 7 മുതൽ 8 വരെ ഒരു സെന്റിമീറ്റർ ഉണ്ടായിരിക്കും. 8 മുതൽ 9 വരെ മറ്റൊരു സെന്റിമീറ്റർ കൂടി ഉണ്ടാവും അല്ലെ. അതായത് ആകെ എത്ര സെന്റിമീറ്റർ മക്കളെ? 2 സെന്റിമീറ്റർ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കാര്യം മക്കൾ ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും അവസാനിക്കുന്നത് എവിടെയാണോ അവിടെ പോയി നോക്കിയിട്ട് അതാണ് അതിന്റെ നീളം എന്നുള്ളത് മക്കള് വിചാരിക്കരുത്. ഇതേ രീതിയിൽ എഴുതാം കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത് നോക്കിക്കേ മക്കളെ, നമുക്കൊരു പേന തന്നിട്ടുണ്ട്. പേന എവിടെയാണ് അവസാനിക്കുന്നത്? 6ലാണ് അവസാനിക്കുന്നത് അല്ലെ. അപ്പം 6 സെന്റിമീറ്റർ ആയിരിക്കില്ല അതിന്റെ നീളം വരിക? ആണോ? അല്ല അല്ലെ. എവിടുന്നാ തുടങ്ങുന്നത് മക്കളെ? ഇവിടുന്ന് 0ത്തിൽ നിന്ന് തുടങ്ങുന്നുണ്ടോ? ഇല്ല അല്ലെ. എവിടുന്നാണ് തുടങ്ങുന്നത്? 2ൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലെ. 2 മുതൽ 3ലേക്ക് 1 വരും, ഇവിടേക്ക് 2 ആവും, 3 ഇവിടേക്ക് എത്തുമ്പോ എത്രയാവും? 4 സെന്റിമീറ്റർ ആവും. എത്ര സെന്റിമീറ്റർ മക്കളെ? 4 സെന്റിമീറ്റർ ആണ് ഈ ഒരു പേനയുടെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതേ രീതിയിൽ ഒരു സ്കെയിൽ തന്ന് അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു വസ്തു ഒക്കെ വെക്കുന്ന രീതിയിൽ തരികയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതിന്റെ അളവ് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ ഇതിൽ ഏറ്റവും വലിയ വസ്തു ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾക്ക് പെട്ടെന്ന് പറയാനായിട്ട് പറ്റില്ലേ? ഈ നമുക്ക് തന്നിട്ടുള്ള പെൻസിലാണല്ലേ, അതിനാണ് എത്ര? 5 സെന്റിമീറ്റർ നീളമുള്ളത്. ഏറ്റവും ചെറുത് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു റബ്ബർ ആണ് അല്ലെ, അതിന് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ് നീളമുള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം? ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു പ്രവർത്തനമാണ് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ 100കളുടെയും 10കളുടെയും 1കളുടെയും ഒക്കെ എണ്ണം തരികയാണെങ്കിൽ സംഖ്യ എത്രയാന്ന് കണ്ടെത്താനായിട്ട്. ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ല ചോദിക്കുക. ചിലപ്പം എന്ത് ചെയ്യുക, കുറച്ച് കുട്ടികളൊക്കെ എന്ത് ചെയ്യാണ്, വെക്കേഷൻ ഒക്കെ ആയപ്പോൾ ഒരുപാട് പണമൊക്കെ സമ്പാദിച്ച് അവരുടെ കുടുക്കയിൽ ഇട്ട് വെച്ചു. അപ്പൊ കുടുക്ക പൊട്ടിച്ചു നോക്കിയപ്പോൾ 100ന്റെ ഇത്ര രൂപ നോട്ടുകളും 10ന്റെ ഇത്ര രൂപ നോട്ടുകളും 1ന്റെ ഇത്ര രൂപ നാണയങ്ങളൊക്കെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും കൈവശമുള്ള ആകെ തുക കണ്ടെത്തുക. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു ചോദ്യം വരിക കേട്ടോ. എന്തായാലും അവിടെ കൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്ര 100കളും 10കളും 1കളും ചേർന്നാൽ ആകെ സംഖ്യ കണ്ടെത്താനും, ഇനി ആകെ സംഖ്യ തരികയാണെങ്കിൽ അത് എത്ര 100കളാണ്, എത്ര 10കളാണ്, എത്ര 1കളാണ് എന്നുള്ളത് എഴുതാനായിട്ടും മക്കളടുത്ത് ചോദിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നോക്കിക്കാം മക്കളെ, 3 100ഉം
2 10ഉം 3 1 അല്ലേ? അപ്പൊ ആകെ എത്ര രൂപ ഉണ്ടായിരിക്കും മക്കളെ? സിമ്പിൾ ആണ് അല്ലെ? 323 രൂപയാണ് ഉണ്ടാവുക അല്ലെ? അടുത്ത നമുക്ക് സംഖ്യ തന്നിട്ടുണ്ട്, 526 രൂപയാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര നൂറും എത്ര പത്തും എത്ര ഒന്നുകളും ഉണ്ടായിരിക്കും മക്കളെ? 5 നൂറും 2 10ഉം 6 ഒന്നുകളും ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഇത് മക്കൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ വർക്ക്ഔട്ട് ചെയ്തത് ഒരിക്കൽ കൂടി ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കള് നാളത്തെ നിങ്ങളുടെ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. ടീച്ചർ പറഞ്ഞിട്ടുള്ള ഭാഗത്തിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുള്ളൂ കേട്ടോ. മക്കള് പേടിക്കൊന്നും വേണ്ട, എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.